ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്തിനാ ഇങ്ങനെ ആൾക്കാർ വന്ന് പറയണത്, നമ്മളൊന്നും അവരെ ചെയ്യണില്ലല്ലോ, വെറുതെ വന്നിട്ട് പറയണം. പിന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം, അങ്ങനെ ഉള്ള ആളാണ്. മരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, പക്ഷെ എനിക്ക് ദേഷ്യം തീർക്കണം, ഞാൻ അങ്ങനെയാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ചിലവർ ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ കാസ്റ്റിംഗ് കോളിലൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ചെറുതാണ്, ക്യാരക്ടറിന് പറ്റിയതല്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനുള്ളിൽ ഗ്ലിസർ തേച്ച് കഴിഞ്ഞാൽ ആരുടെ മുഖമായാലും അങ്ങനെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. വീഡിയോ കമന്റ്സ് ഇടൂലാന്ന്, ഇത് വന്നിട്ട് മെസ്സേജ് അയപ്പാണ് കുറെ ആൾക്കാർ. എനിക്ക് അറിയാം നീ എന്റെ കൂടെ വന്നാൽ ഞാൻ നല്ല ഹാപ്പി. അപ്പൊ ഞാൻ ഹാപ്പിയാണോ ചേട്ടനാണോ തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് ഒരുമാതിരി കമന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് സ്വയം എന്തിനാണ് ജാവാൻ നിൽക്കുന്നത്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരമായ അഭിരാമി അശോകാണ്. ഹായ് അമി, സുഖമായിരിക്കുന്നു? ആദ്യത്തെ ഒരു ടിക്ടോക്കിൽ കൂടിയാണല്ലോ വന്നുകൊണ്ടിരുന്നത്, ഇപ്പം യൂട്യൂബ്, ഇൻസ്റ്റ, എങ്ങനെയുണ്ട് ആൾക്കാരുടെയൊക്കെ ഒരു പ്രതികരണം? ടിക്ടോക്കിൻ്റെ അത്ര ഇല്ല. ടിക്ടോക്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് കുറേ കൂടി ആൾക്കാർ വന്ന് തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ അത്ര എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊന്നും അതിലില്ല. എന്നാലും നന്നായിട്ട് പോകണം. നിങ്ങളൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ മുതൽ ഉള്ളവരാണല്ലേ? അപ്പം ആ ഒരു മാറ്റം ഭയങ്കര, ടിക്ടോക്കിൽ നിന്ന് ഇൻസ്റ്റയിലോട്ട് വന്നപ്പം വളരെ വലിയ മാറ്റമുണ്ട്. അപ്പം ശരിക്കും ഭയങ്കര മത്സരബുദ്ധിയായിട്ട് തോന്നിക്കുന്നുണ്ടോ? കുറേ പേര് വരുമ്പോൾ, ഫീൽഡിലേക്ക് കുറേ പേര് വരുമ്പോൾ കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്കങ്ങനെ മത്സരബുദ്ധി കാര്യങ്ങൾ അങ്ങനെ തോന്നാറൊന്നുമില്ല. ഞാൻ എൻ്റെ വഴി നോക്കി പോകണു, എൻ്റെ കാര്യം നോക്കി പോകണമെന്നേ ഉള്ളൂ. പിന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിക്ടോക്കിലാകുമ്പോൾ ചറവറ എന്തൊക്കെയോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. കാരണം ഓഡിയൻസ് മാറി. ടിക്ടോക്കിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആയാലും അല്ലെങ്കിൽ ചറവറ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇൻസ്റ്റയിൽ കുറച്ചും കൂടി നല്ല വീഡിയോസ് ഇട്ടാലും മാത്രമേ റീച്ച് ആവുള്ളൂ, അങ്ങനത്തെ ഒക്കെ ഇതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ലതാക്കാൻ നോക്കുന്നുണ്ട്. ഓഡിയൻസ് ഒക്കെ മാറി. അത് മനസ്സിലാകാൻ പറ്റുന്നുണ്ടല്ലേ? മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസോ? യൂട്യൂബ് വീഡിയോസ് ഞാൻ ലൈഫ് സ്റ്റൈല് പിന്നെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടാറ്. ഷോർട്സ് പിന്നെ ഇൻസ്റ്റയിൽ ഇടുന്നത് തന്നെയാണ് മേ ബി അതിലേക്കും ഇടാറൊക്കെ ഉള്ളത്. അല്ലാണ്ട് യൂട്യൂബിൽ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടില്ല. എന്താണ് റിയൽ ലൈഫിൽ നടക്കുന്നത് അത് തന്നെ എടുത്തിട്ട് വ്ളോഗായിട്ട് ഇടാറ്. ഇപ്പം ശരിക്കും 6 വർഷമായില്ലേ? 6 വർഷമായി. 6 വർഷം. ആദ്യ വീഡിയോയെ കുറിച്ച് മുടി കൊണ്ടുള്ളൊരു മുടിയാട്ടം എൻ്റെ 500ാമത്തെ എന്തോ വീഡിയോ ആണ്. അതാണ് റീച്ച് ആയത്. അപ്പൊ അത്ര വരെയുള്ള വീഡിയോസ് റീച്ച് ഒന്നും ആയിട്ടില്ല. മുടിയാട്ടാണ് റീച്ച് ആയത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഡബ് സ്മാഷ് മുതലേ ഉണ്ട്. ഡബ് സ്മാഷ്, പിന്നെ അത് മ്യൂസിക്കലി കഴിഞ്ഞിട്ടാണ് ടിക്ടോക്ക് വരുന്നത് ആപ്പ്. അപ്പൊ ആദ്യം മുതലേ ഉണ്ട്. അപ്പോൾ ഒരു 500-600 വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് റീച്ച് ആവണതൊക്കെ. ഇപ്പൊ ശരിക്കും ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് കാണുമ്പോൾ അതിനിടയിൽ കുറേ നെഗറ്റീവ് കമന്റ്സുകൾ വരാറുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുമ്പോഴത്തേന് ആമി എങ്ങനെ അത് നോക്കി കാണുന്നത്? കാരണം നെഗറ്റീവ് കമന്റ്സ്, ഒരു സൈബർ ബുള്ളിങ്, കുറേ സൈബർ അറ്റാക്ക് ഒത്തിരി നേരിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അല്ല, എനിക്കിപ്പോൾ അത് ശീലമായല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്തിനാ ഇങ്ങനെ ആൾക്കാർ വന്ന് പറയണത്, നമ്മളൊന്നും അവരെ ചെയ്യണില്ലല്ലോ, വെറുതെ വന്നിട്ട് പറയണം. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ കാരണം ആരുടെയും വായി നമുക്ക് അടപ്പിക്കാൻ പറ്റില്ല. എത്ര നല്ലത് ചെയ്താലും അതിനെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ മൈൻഡ് ആക്കാണ്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളതിനെ പുറകെ പോകുന്ന അത്രയും സഹിയായിട്ടായിരിക്കും ചില കമന്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് സ്റ്റോറിയൊക്കെ ഇടാറ്. അല്ലാത്തൊക്കെ ഞാൻ മൈൻഡ് ആക്കാറേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കുറെ റീൽസില് കുറെ ഫ്രണ്ട്സുമായിട്ടൊക്കെ റീല് ചെയ്യാറുണ്ട്. അപ്പൊ അവരെല്ലാം പറയുന്ന, ഇപ്പം നമ്മളെല്ലാം കാണുമ്പോൾ റൊമാൻറ്റിക് വീഡിയോസ് കൂടുതൽ ചെയ്യുന്നു. റൊമാൻറ്റിക് വീഡിയോസ് കൂടുതൽ അപ്പം ഷബിൻ ഷായും ഫാസിലുമായിട്ടൊക്കെ ഉള്ളൊരു കെമിസ്ട്രി എന്നൊക്കെ പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ആൾക്കാരുടെ സജഷൻസ് വെച്ചിട്ടാണോ ചെയ്യുന്നത്? അങ്ങനെ ചിലതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ കോംബോ ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അയച്ചു തരാറുണ്ട് ആൾക്കാർ. ചിലതൊക്കെ നമുക്ക് തന്നെ തോന്നുന്നതാണ്. ഇപ്പം ഫാസിലിൻ്റെ കൂടെ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ഫേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ആൾക്കാർ, നടന്മാരെ നോക്കിയിട്ട് അങ്ങനത്തെ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഷബിൻ്റെ ആണെങ്കിലും അതേപോലെ നോക്കിയിട്ട് അവൻ ചെയ്യണതൊക്കെ എടുത്തിട്ട് ചെയ്യാറാണ്. സജഷൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ തന്നെ ആലോചിച്ചിട്ട് ചെയ്യാറാണോ അത് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇത് ഇറങ്ങുന്ന സമയത്ത്, മ്യൂസിക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവുമല്ലോ, അപ്പം അതിനെക്കുറിച്ചിട്ട് കണ്ടന്റ് ആലോചിക്കും, അങ്ങനെ ചെയ്യാറ്. 1 മില്യൺ കടന്നല്ലേ ഷബിൻ ഷാ? ഷബിൻ്റെ കൂടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നല്ല റീച്ച് ആവാറുണ്ട്. ഫാസിലിൻ്റെ കൂടെയുള്ള റീച്ച് ആവാറുണ്ട്. ഷബിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാറ് അധികം. അപ്പം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നല്ല റീച്ചാണ്. അതിനോട് പുതിയ പ്രൊജക്റ്റുകൾ, സിനിമകൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സിനിമ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുദ്ദേശിച്ച പോലെ ബോഡി ഇല്ല എന്ന് പറഞ്ഞു. അതായത് വീഡിയോസിൽ കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി ഏജ് തോന്നിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ചെറുതാണ്, അപ്പോൾ ക്യാരക്ടറിന് പറ്റിയതല്ല പറഞ്ഞ് അങ്ങനെ റോള് പോയിട്ടുണ്ടായിരുന്നു.
ഷോർട്ട് ഫിലിമുകളിൽ ഷോർട്ട് അഭിനയിച്ചിട്ടല്ലേ? ഫിലിം ഒരു 4-5 കഴിഞ്ഞു. മ്യൂസിക്കൽ ഇപ്പം ആൽബം ഒരു 3-4 കഴിഞ്ഞു. ഓക്കെ, തൻസീറുമായിട്ടുള്ള ഒരു മ്യൂസിക് ആൽബം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? അത് 1.5 വർഷം മുന്നേ എന്തോ എടുത്ത ആൽബമാണ്. അപ്പോൾ എന്തോ ചെറിയ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലാഗ് ആയിട്ടുണ്ടായതായിരുന്നു. തൻസീർക്കൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആള്. നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇൻഫ്ലുവൻസേഴ്സിനെ കുറെ പേര് എല്ലാവരും ബിഗ് ബോസിലേക്കൊക്കെ ഇപ്പൊ ക്ഷണിക്കുന്നുണ്ട്. അപ്പം അങ്ങനൊരു ചാൻസ് വന്നിരുന്നോ? ചാൻസ് വന്നിട്ടില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആയിരിക്കും. ശരി. പിന്നെ ഇപ്പം ആമിയുടെ ജീവിതത്തിൽ കുറേയൊക്കെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് വന്നൊരു വ്യക്തിയാണ്. ഇപ്പം 18ാമത്തെ വയസ്സ് വിവാഹം, അതിനുശേഷം കുറെ പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പം നമുക്ക് സംഭവിച്ചതുപോലെ ഇനിയും വേറൊരു പെൺകുട്ടിക്കും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇപ്പം പലരും പെൺകുട്ടികളെല്ലാം ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, സെപ്പറേറ്റഡ് ആയി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ പേരൻസിൻ്റെ ഒരു മനോഭാവം അറിയാമല്ലോ. അതിനെക്കുറിച്ചൊക്കെ എന്നാ പറയാനുള്ളത്? ഇപ്പോഴത്തെ പെൺകുട്ടികളോടൊരു എല്ലാ പേരൻസും ഒരുപോലെ ഇതാക്കണം എന്നില്ല. ചിലവര് തിരിച്ചു പോകാൻ പറയും, പോയിക്കോ, നാണക്കേട് ഉണ്ടാക്കല്ലേ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് കെട്ടിച്ചു വിട്ടത്, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു വിടണുണ്ടാവും. ചിലവർ ചേർത്ത് പിടിക്കുന്നവരുണ്ടാവും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ചേർത്ത് പിടിക്കാനേ അതേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അവർ അത്രയും സഹിയായിട്ടായിരിക്കും മേ ബി അവിടെ നിന്ന് ഇറങ്ങി വരണത്. അപ്പോൾ പേരൻസും കൂടി ഒഴിവാക്കുകയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. പേരൻസ് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ധൈര്യമാണ്, ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. ഒഴിവാക്കണ പേരൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, തള്ളി പറയണ പേരൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അവരെ നാണക്കേട് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മയും ചേട്ടനെ അത്രയും ചേർത്ത് പിടിക്കണോണ്ട് ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. സ്വന്തം കാലിൽ നിൽക്കാൻ വിദ്യാഭ്യാസവും ജോലിയും വേണം എന്ന് തന്നെ പറയും. വേണം. അതെ, എന്തായാലും കയ്യില് പൈസ ഉണ്ടെങ്കിലേ വില ഉണ്ടാവുള്ളൂ. ആണായാലും പെണ്ണായാലും അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ വില ഉണ്ടാവുള്ളൂ. ഈ സൈബർ ബുള്ളിങ്ങിനെ അഭിമുഖീകരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പോഴും അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ആണെങ്കിലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞു, സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇപ്പൊ തോന്നുന്നില്ലേ അതൊന്നും വേണ്ടായിരുന്നു? ഇപ്പൊ എനിക്ക് ചിരി വരണം അതൊക്കെ ആലോചിക്കുമ്പോ. കാരണം അപ്പോൾ ഓരോരോ ഭ്രാന്തിന് ചെയ്തതാണ്. എനിക്ക് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരണം, അങ്ങനത്തെ ഒക്കെ ടൈപ്പാണ്. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം, അങ്ങനെ ഉള്ള ആളാണ്. അപ്പോൾ അന്നെന്തോ ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ ചെയ്തതാണ്. മരിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, പക്ഷെ എനിക്ക് ദേഷ്യം തീർക്കണം. ഞാൻ അങ്ങനെയാണ്. ചിലപ്പോൾ ചുമരിൻ്റെ കൈ ഇടിക്കും, കയ്യിൽ കിട്ടണം എടുത്തെറിയും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പം അത് ആലോചിക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു. നമ്മൾ തന്നെ സ്വന്തം ബോഡീനെ വേദനിപ്പിക്കുകയാണ്. നമ്മളെ ബോഡീനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പം ആലോചിക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിൽ ഇപ്പം ജോലിയായിട്ടാണോ? അല്ല, ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ PG കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിപ്പോൾ കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്കിവിടെയാണ് ഇപ്പം ചേച്ചി തന്നെ ഇപ്പം ഇന്നലെ ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് വരണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കണം. കാസർഗോഡ് നിന്ന് പെട്ടെന്ന് വരാനോ ഒന്നും പറ്റില്ല. പിന്നെ എല്ലാ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ അപ്പാർട്ട്മെന്റ് എടുത്തു. അപ്പം സെറ്റിലായി ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ. അമ്മയും ചേട്ടനും ഇടയ്ക്ക് മന്ത്ലി വന്ന് നിൽക്കാറാണ്, അല്ലെങ്കിൽ ഞാൻ മന്ത്ലി അങ്ങോട്ടൊക്കെ പോകാറാണ്. ഇങ്ങനെയൊക്കെ ആദ്യം മുതൽ തുടക്കം മുതലേ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ, വീഡിയോ ചെയ്യുന്നതിനൊക്കെ? ഫസ്റ്റ് മുതലേ ഏട്ടൻ തന്നെയാണ് വീഡിയോസ് ഒക്കെ എടുത്തു തരാറ്. അമ്മയാണ് സാരിയും കാര്യങ്ങളൊക്കെ ഉടുപ്പിച്ച് തരാറ്. അവർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. കാരണം ഞാൻ ചെറുത് മുതലേ കലോത്സവം കാര്യങ്ങളൊക്കെ പോണതാണ്. ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടകത്തിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ പണ്ടത്തെ ഡൈവ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ യൂസ് ആക്കണം. അപ്പോൾ അവർക്കൊരു ഇവളിനി ഓക്കെ ആയിരിക്കും, ഇതായിരിക്കും അവളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നേരെ അമ്മേൻ്റെ അടുത്ത് വീഡിയോ ചോദിക്കും, അമ്മ ഈ വീഡിയോ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അമ്മ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആരെ കമൻറ്റ് വന്നാലും എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എല്ലാ വീഡിയോസും കാര്യങ്ങളും എൻ്റെ ചേട്ടനായാലും അമ്മയായാലും എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതാണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതെ, ചേട്ടനും അമ്മയും നാട്ടിൽ തന്നെയല്ലേ? അതെ അതെ. അപ്പം ഇപ്പം ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ റീൽസിലാണെങ്കിലും എല്ലാം നമ്മൾ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേന് അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ചറപറ ഫ്രണ്ട്സ് ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടമല്ല. കാരണം കുറച്ചാൾ മതി ശരിക്കും പറഞ്ഞാൽ. കൂടെ നിൽക്കുക 2-3 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് ബെറ്ററാണ്. ഇപ്പം ഞാൻ താമസിക്കണതോ കാര്യങ്ങളൊക്കെ ഒറ്റക്കാണ്. പക്ഷെ ഇടയ്ക്കായാലും ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാവരും ഉണ്ടാവും. എല്ലാത്തിനും സപ്പോർട്ട്. ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വരും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ എനിക്ക് മൈൻഡ് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്രണ്ട്സ് വരും. ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഫ്രണ്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മക്കായാലും ചേട്ടനായാലും അവിടെ ഒരു ആശ്വാസമാണ്. അവളൊറ്റക്കല്ല, ഫ്രണ്ട്സ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിയാണ്. ഇനി നാട്ടിലേക്ക് ഇപ്പം കൊച്ചി തന്നെ സെറ്റിൽ ചെയ്യാനാണോ അതോ ഇനി കാസർഗോഡ് ഇട്ട്? ഇല്ല, കാസർഗോഡേക്ക് പോകുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ. കൊച്ചിയിൽ നിൽക്കണില്ല, എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ആണ്. അപ്പോൾ സെറ്റായിട്ട് എല്ലാവരുടെ അടുത്തും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് പ്ലാൻസ്? നമ്മൾ സർപ്രൈസ്. സർപ്രൈസ്. ഈയിടെ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഒരു ക്യാമ്പ് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അത് അനുഭവം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൻഹാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവൻ്റെ ഇപ്പം 28-നാണ് അവൻ്റെ മാരേജ്. അപ്പം അവൻ്റെ ഭാര്യ എൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം അവൾ ഒരു ദിവസം തലേദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ക്യാമ്പ് ഉണ്ട്, നീ വരുന്നു ചോദിച്ചു. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മൈൻഡ് ഓൾറെഡി ഔട്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവളുണ്ടോ ചോദിച്ചു. അവളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം തന്നെ ശരി ഞാൻ ബാഗ് വെക്കേ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 4:30 ഇറങ്ങി ക്യാമ്പിന് പോയി. അത്രേ ഉള്ളൂ. പ്ലാനൊന്നും ആക്കിയിട്ടല്ല പോണത്. പിന്നെ അവിടെ പോയി നല്ല അടിപൊളിയായിരുന്നു. കാരണം സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിൽ കുറേ സംസാരിക്കാനൊക്കെ പറ്റി. അവരുടെ ഒരു സ്നേഹം, കാരണം പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളോട് അടുത്ത് ഒരു സ്നേഹം, പിന്നെ അവരുടെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ പറയാം. അടിപൊളിയായിരുന്നു ക്യാമ്പ്. പണ്ടത്തെ ഒരു വിഷമങ്ങള് മാറ്റാൻ വേണ്ടിയാണോ യാത്രകളെല്ലാം? അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വിഷമം മാറാറൊന്നുമില്ല. യാത്രയിൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് ഒറ്റക്കാണ്. തിരിച്ച് വന്നു കഴിയുമ്പോൾ എനിക്ക് പിന്നെയും ആ സങ്കടങ്ങളൊക്കെ വരാറുണ്ട്. ചിലവർ പറയും യാത്ര ചെയ്തിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് അടിച്ചാൽ മതി, സങ്കടം വരുമ്പോൾ ട്രിപ്പ് അടിച്ചാൽ. ആ ട്രിപ്പ് ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ എനിക്ക് ആ വൈബ് കിട്ടാറുള്ളൂ, ഹാപ്പി വൈബ് കിട്ടാറുള്ളൂ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഔട്ടാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എല്ലാവർക്കും കൊണ്ടും അറിയില്ല, എനിക്ക് അങ്ങനെയാണ്. എങ്ങനെ ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ടത്? പ്രതിസന്ധികൾ ശരിക്കും പറഞ്ഞാൽ ഫാമിലിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അമ്മയും ചേട്ടനാണ് എനിക്ക് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നത്. അവർ ഭയങ്കരമായിട്ട് എന്നെ ഇത് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഭയങ്കര ധൈര്യം ഇപ്പം ആയാലും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാളുടെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ മേ ബി എന്ത് വേണമെങ്കിലും പറയുമായിരിക്കും, അവളത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഉള്ളിൽ നമ്മളെന്താണ് നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. അത് മതി ജീവിക്കാൻ വേണ്ടിയിട്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെ പോട്ട് പുല്ല് എന്നുള്ള മൈൻഡ് വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും മുന്നോട്ട് പോവേ ഉള്ളൂ. പെൺകുട്ടികൾ ഇപ്പം പറഞ്ഞ പോലെ വിദ്യാഭ്യാസം നേടണമെന്നും അല്ലെങ്കിൽ സ്വന്തം കാര്യം നിൽക്കണമെന്ന് തന്നെയാണോ അമ്മയുടെ അഭിപ്രായം? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ വലിയ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാ ഇപ്പോൾ പെണ്ണായാലും ആണായാലും സ്വന്തം കാലിൽ നിൽക്കേണ്ട ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. അപ്പം എപ്പോഴും നമ്മൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളതിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഒരു ബിരിയാണി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പാർട്ട്ണർ വിളിച്ചിട്ട് ഒരു 100 രൂപ അയച്ചു തരും. അതിന് ഒരു നമ്മളതിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിച്ച് കഴിക്കാം. അതൊരു വേറെ തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ എപ്പോഴും പാരൻസിനെ വിളിച്ചിട്ട് ഒരു 500 രൂപ അയച്ചു തരും അമ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തന്നെ ഇൻകം ഉണ്ടാക്കി നമ്മൾ ചിലപ്പോൾ ആ 500 അമ്മക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മേ ബി അതൊരു ഭയങ്കര വലിയ ഹാപ്പിനെസ് ആയിരിക്കും, ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസം വലിയ വിദ്യാഭ്യാസം വേണോ അങ്ങനെയൊന്നുണ്ട്. നമ്മളതിൽ കുറച്ച് അറിവും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളതിൽ ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജോലി ആയാലും നമുക്കത് സെറ്റാവും, പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഒത്തിരി പേര് സ്ത്രീധനം നൽകാത്തതിന്റെ പേരിൽ ഒത്തിരി വീട്ടിലാക്രമിക്കപ്പെടുക അല്ലെങ്കിൽ മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആമി കുറെ അനുഭവിച്ചു തന്നെ നമുക്കറിയാം. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു ജീവിതത്തില്? അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മാരേജ് കഴിക്കില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ്. എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും എൻ്റെ ലൈഫ് എങ്ങനെ അറിയില്ല. അഥവാ ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ സ്ത്രീധനം കൊടുത്തിട്ട് കഴിക്കണം അങ്ങനത്തെ ഒന്നും മൈൻഡില്ല. അതൊക്കെ എന്തിനാണ്? ചെക്കനും ജോലി ഉണ്ടാവണം, പെണ്ണിനും ജോലി ഉണ്ടാവണം. അവർ കഷ്ടപ്പെട്ട് അവരൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് അവർ പിന്നെ മുന്നോട്ടുള്ളത് നോക്കണം. ആണ് വെറുതെ അച്ഛനും അമ്മയും അത്ര നാൾ ലോണൊക്കെ എടുത്തിട്ട് പിന്നെ അവരുടെ ആധാരമൊക്കെ വെച്ച് വീടും പണയം വെച്ചിട്ടാണ് നമ്മളെ കെട്ടിച്ചു വിടുന്നത്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് മാലയും കമ്മലും കുറച്ച് വളയും കുറച്ച് അധികം സ്റ്റോക്ക് കഴുത്തിലിടുകയും ചെയ്തിട്ടായിരിക്കും ചിലപ്പം ഇതാക്കണം. പൈസ ഉള്ളവർക്ക് എന്തോ കേട്ടോ, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പം മക്കൾക്ക് നല്ലപോലെ പൊന്നു കൊടുത്തിട്ടായിരിക്കും കെട്ടിച്ചു വിടണം എന്നുള്ളത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഉള്ളവർ കൊടുത്തോട്ടെ. പക്ഷെ അത് സ്ത്രീധനായിട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ അത് കുറച്ച് പ്രശ്നം ഉണ്ടാകും. പ്രതീക്ഷിക്കാത്തത് കിട്ടണ സമയത്ത് ചിലപ്പം മേ ബി ഓപ്പോസിറ്റിലാൾക്ക് അത് ഒരു അഹങ്കാരമായി മാറാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം സ്ത്രീധനത്തിനോട് ഞാൻ വലിയ സപ്പോർട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടില്ല. ഏതെങ്കിലും ചെക്ക വരികയാണ് സ്ത്രീധനം പ്രതീക്ഷിച്ച് വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. സ്ത്രീധനം അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്ത്രീധനം വലിയ കാര്യമുള്ളതാണെന്നല്ല. ഇനി എന്താ അമ്മയുടെ ഒരു ലക്ഷ്യം? ഇപ്പം പറഞ്ഞ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു, ഇനി എന്താണ് ഒരു ലക്ഷ്യം? അല്ല, ഞാനിപ്പോൾ ഒരു ഓൺലൈനായിട്ട് ഒരു ബുട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കൊച്ചിയിലും ഉണ്ട്, പിന്നെ ദുബായിലും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. പിന്നെ ബിസിനസ് അല്ലാതെ ഇനിയും വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇപ്പം പറഞ്ഞ പോലെ യാത്രയൊക്കെ ചെയ്ത് കുറെ
എനിക്ക് ഫുള്ള് എനിക്ക് ട്രിപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചുപൊളി അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഓൾ ഇന്ത്യ ഒന്ന് കറങ്ങണം, അതെൻ്റെ ബൈക്കിൽ എനിക്ക് കറങ്ങി എത്തണം എന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പം ഓൾ ഇന്ത്യ ഒന്നും ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് പോകാറുള്ളത്. ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണ് പോകാറുള്ളത്. പിന്നെ എൻ്റെ ചേട്ടനും ഉണ്ടാവും. അമ്മ പിന്നെ അങ്ങനെ യാത്രയൊക്കെ നല്ല കുറവാണ്. അമ്മ അടുത്തുള്ള അമ്പലം അങ്ങനത്തെ ഒക്കെ അമ്മ വരുള്ളൂ, അടിച്ചുപൊളി വൈബ് അങ്ങനത്തെ ഒന്നും വരാറില്ല. ചേട്ടൻ വരും, എൻ്റെ ചേട്ടനെല്ലാം സപ്പോർട്ട്, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേട്ടൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ ചേട്ടനുണ്ടാവും പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അല്ലെ, ആൾക്കാർക്ക് ആദ്യം കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പറയുമ്പോൾ അമ്മ എങ്ങനെയായിരുന്നു ഇപ്പൊ നാട്ടിലൊരു കാസർഗോഡ് പോലുള്ള സ്ഥലത്ത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അവിടെ ഈ ടച്ച് നമ്മളെ ഫോൺ യൂസ് ആക്കുന്നത് കുറവ് ആൾക്കാർ, എല്ലാവരും നോർമൽ ഫാമിലിയാണ്. ഇപ്പം എൻ്റെ ഫാമിലി ആയാലും നോർമൽ ഫാമിലി. എൻ്റെ അമ്മക്ക് തന്നെ കഴിഞ്ഞ 2 വർഷം മുന്നേ എന്താണ്, ഞാൻ എറണാകുളം വന്നപ്പോഴാണ് വീഡിയോ കോളൊക്കെ ആക്കട്ടെ പറഞ്ഞിട്ടാണ് ആ ഫോൺ വാങ്ങിച്ചു കൊടുത്തത്. അത്രയും നോർമൽ കീപാഡ് ഫോൺ യൂസ് ആക്കണതാണ്. അപ്പോൾ അവർക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ടിക്ടോക്ക്, ഞാൻ ഇൻസ്റ്റയിലുണ്ടെന്നൊന്നും അറിയില്ല. ഇപ്പം ആയാലും ഞാൻ ടി വിയിൽ വരുമ്പോൾ എന്നെ കാണുന്ന അല്ലാണ്ട് ഇൻസ്റ്റാ റീൽസ് ഒന്നും കാണുന്ന നാട്ടുകാരല്ല എൻ്റെ ആൾക്കാർ. പിന്നെ എൻ്റെ ഏജിലുള്ള കുട്ടികൾ, കുറച്ച് ചെറുപ്പക്കാർ അങ്ങനെയുള്ളവരെ കാണുന്നുള്ളൂ. അപ്പം അവരൊന്നും അത് മൈൻഡ് ആക്കുന്നു. അവരൊക്കെ എന്നെ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കണവരാണ്. അവിടുത്തെ ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് അങ്ങനത്തെ നാണക്കേട് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ അമ്മയൊന്നും എൻ്റെ കമന്റ്സ് എടുത്ത് വായിക്കാറൊന്നുമില്ല. അമ്മ വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, തിരിച്ച് ഇൻസ്റ്റയിൽ നിന്ന് ഇറങ്ങും, അത്രേ ഉള്ളൂ. ചേട്ടനും ഒന്നും പറയാറൊന്നുമില്ല. ചേട്ടന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം അവനൊക്കെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറയുന്നത്. കമന്റ്സ് ഇടുന്നത് ആ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തത്, ചൊറിയാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത കുറച്ച് അക്കൗണ്ട്സ്. അത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ അതോ ഫേസ്ബുക്ക് മാത്രമാണോ? ഫേസ്ബുക്ക് ഞാൻ യൂസ് ആക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എനിക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ടല്ലോ നല്ലപോലെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്റ്റേജൊക്കെ ഭയങ്കര നെഗറ്റീവ്. ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആൾക്കാർ ഒരുമാതിരി എന്താ അറിയില്ല, എന്നെ ഒട്ടും കണ്ടുകൂടാത്ത, ഞാൻ എന്താ തെറ്റിയത് പോലെ, ഞാൻ അവരെന്തോ അവരുടെ വീടിന്റെ ആധാരം കട്ടുകൊണ്ട് പോയ പോലെയൊക്കെയാണ് വന്നിട്ട് കമന്റ്സ് ഇടുക. പക്ഷെ ഇപ്പൊ ആൾക്കാരൊക്കെ അപ്ഡേറ്റഡ് ആയി. കാരണം അവർക്ക് തന്നെ ഒരു തോന്നുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കും, എനിക്കത് നാണക്കേടാണെന്നുള്ളത് അവർക്ക് തോന്നി. എന്നാലും ചൊറിയുന്ന ആൾക്കാരുണ്ട്, മൈൻഡ് ആക്കാണ്ടിരിക്കുക, അല്ലാണ്ട് ഇവരൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാസർഗോഡ് പോലുള്ളൊരു സ്ഥലത്തു നിന്ന് കൊച്ചിയിലേക്ക് വരാൻ, ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? ആരെങ്കിലും കണ്ടിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റോൾ മോഡലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലാണോ, അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ? അല്ല, റോൾ മോഡൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ ഡെബ് സ്മാഷ് മുതലാണ് ഉള്ളത്. അപ്പോൾ ഡെബ് സ്മാഷിൽ എല്ലാവരും സ്റ്റാർട്ടിങ് ഉള്ള അതിൽ റോൾ മോഡലായിട്ട് എടുക്കാൻ മാത്രം ആരും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചുമ്മാ ആ സമയത്തൊക്കെ എല്ലാവരും വെറുതെ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ജെറിൻ ജോസി എന്ന് പറഞ്ഞിട്ട്, അവൾ എറണാകുളത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. എറണാകുളമാണോ കണ്ണൂരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ സമയത്ത് അവളെ ഫ്രണ്ട്സൊക്കെ കൂടി ചെയ്തിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നല്ല പ്ലാറ്റ്ഫോമാണ് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരണത്. വന്നു കഴിഞ്ഞിട്ട് കുറച്ചാളപ്പോൾ ഡെബ് സ്മാഷ് ആപ്പ് പോയി. അപ്പോൾ എനിക്കറിയില്ല ഇത് എന്താ ചെയ്യേണ്ടത് അങ്ങനെ. അത് പിന്നെ മ്യൂസിക്കിലേക്ക് വന്നപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, നമുക്കിതിൽ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരണത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കൊരു ആക്ടിങ് ഇഷ്ടമുള്ളവർക്കൊരു പറ്റിയ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു അത്. അപ്പം അതിൽ കുറച്ചും കൂടി വീഡിയോസ് ചെയ്യാം, ബെറ്ററായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഡെയിലി ചെയ്യുമ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. ആൾക്കാർ നമ്മളെ കമൻസ് ഒക്കെ ചെയ്യണോ, നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. അങ്ങനെ ചെയ്ത് വന്നതാണ്. പിന്നെ അത് എൻ്റെ നാട്ടിലവർക്കൊന്നും അങ്ങനെ അറിയില്ല, ടിക്ടോക്ക് എന്താ സംഭവം കാര്യങ്ങളൊന്നും. ഇപ്പം അറിയുന്നുണ്ടാവും, മുന്നത്തെ ആൾക്കാരൊന്നും അറിയില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും കമ്പനിയായി, പിന്നെ ഗ്യാങ്ങൊക്കെ കൂടി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് എത്തിയത് ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക്. എന്തെങ്കിലും ഇങ്ങനെ മറക്കാത്ത അനുഭവങ്ങൾ വല്ലതും മീൻസ് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുള്ള? അല്ല, ഈ കുറേ ഗേൾസ് വന്നിട്ട് ഇങ്ങനെ പറയും, ആമീൻ്റെ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ്, കറക്റ്റ് സമയത്തായിരിക്കും ആമീൻ്റെ വീഡിയോസ് വരിക, ആമീൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കറക്റ്റ് സമയത്തായിരിക്കും വരിക. അത് ഭയങ്കര നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കാരണം ഒരാൾ ഒരു സ്ട്രോങ് ആവുന്നുണ്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. ഇന്റർവ്യൂസ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും കുറെ ആൾക്കാർ, എനിക്ക് കുറച്ച് സംസാരിക്കാൻ കുറച്ച് ടൈം തരുമോ എന്ന് ചോദിക്കും. അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര പോരാളിയായിട്ട് ഇല്ല, ഞാൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ മെസ്സേജ് അയക്കണം. പക്ഷെ ഞാൻ വിചാരിക്കും മേ ബി ഒരാൾ കേൾക്കാനില്ലാത്ത, എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മയോ ചേട്ടനോ ആരെ വിളിച്ച് എനിക്ക് സങ്കടങ്ങൾ പറയാം. അത് പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും മേ ബി, എന്നെ ഒരു പരിചയമില്ല, പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അത്രയും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എത്ര സങ്കടപ്പെട്ടാലെങ്കിൽ കുഴപ്പമില്ല, ഞാനപ്പോൾ കണ്ണൊക്കെ തുളച്ച് പറയുമ്പോൾ എന്താ പ്രശ്നം. അപ്പം അവരിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ കോൾ എടുത്തിട്ട് തന്നെ സംസാരിക്കും, എന്താ പറഞ്ഞോ പ്രശ്നം. അപ്പോൾ അവർക്ക് എന്തോ സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഒരു
ആശ്വാസം കിട്ടിയ പോലെ അവര് സംസാരിക്കുക. അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ ഇപ്പം ബോയ്സും ഇപ്പായിട്ട് ബോയ്സും അയക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും ഗേൾസ് തന്നെ അയക്കാം. ഡൈവേഴ്സ് ആയിട്ടുള്ള ആവാൻ നിൽക്കണവര് എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവര് ഒന്ന് ചോദിക്കും. എന്താ ഇപ്പൊ ഉപദേശം? അല്ല, ഞാൻ പറയുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് രണ്ട് സൈഡും കേൾക്കാതെ എനിക്ക് ഒരാളെ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. ചിലവർ ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കും. ഫുഡൊക്കെ നമ്മൾ എന്ത് വന്നാലും നമുക്ക് സങ്കടം വന്നാലും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. ഓർഡർ ചെയ്ത് പെട്ടെന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്. ഫുഡൊക്കെ കഴിക്കുന്നേരം ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ നോക്കാൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് കുറേ വരാറ് മെസ്സേജ് കാര്യങ്ങൾ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളടുത്ത് ഒരാൾ കാര്യം പറയുമ്പോൾ നമ്മൾ അത്രയും ട്രസ്റ്റും ചെയ്യുന്നുണ്ടാവും, നമ്മൾ അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായോണ്ടായിരിക്കുമല്ലോ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നത്. അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, പിന്നെ ട്രൈ ചെയ്തിട്ടില്ലേ? അപ്പം ഓഡീഷൻസ് കാര്യങ്ങളൊക്കെ കാസ്റ്റിംഗ് കോളിനൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ഇത് തന്നെ എൻ്റെ മാമൻ വഴി എനിക്ക് വന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര കുറച്ചും കൂടി ചെറുതാണ്, ക്യാരക്ടറിന് പറ്റിയതല്ല പറഞ്ഞു. പിന്നെ ഭയങ്കര സങ്കടമായി, കാരണം ആകെ കിട്ടിയ അവസരമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യാം. ഇപ്പോഴും ഞാൻ കാസ്റ്റിംഗ് കോളിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഓഡീഷന് പങ്കെടുക്കുന്നുണ്ട്. ഓഡീഷൻസിന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, പക്ഷെ പോകുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇനി വരുന്ന എന്തെങ്കിലും ഷോർട്ട് മൂവീസ് ഒക്കെ ഉള്ളത്, പുതിയ പ്രൊജക്ടുകൾ? ഇപ്പൊ ഒന്ന് വരാനുണ്ട് എനിക്ക്. മഹാരാജാസിന്റെ അവിടെ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇറങ്ങിയിട്ടില്ല, ഡബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഓണത്തിനായിരിക്കും മേ ബി റിലീസ് ആവുക. ഐറിസ് ഒരു 1.5 വർഷം മുന്നേ എന്തോ ഇറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല എനിക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഐറിസിന്റെ ഷോർട്ട് ഫിലിം. ഏതാ നല്ലത്? കാരണം ടിക്ടോക്ക് ആണോ നല്ലത്, ഇൻസ്റ്റയാണോ നല്ലത്, ഷോർട്ട് മൂവി ആണോ നല്ലത്? അല്ല, ഷോർട്ട് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഫേസ് ചെയ്തിട്ട് അല്ല. ഇതിപ്പോൾ ടിക്ടോക്ക് എന്നൊക്കെ പറയണത് നമുക്ക് ഒരു റൂമിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഡയറക്ടറെ ചീത്തയും ഓക്കെ കേൾക്കണം, കറക്റ്റ് ഡയലോഗും പറയണം. ലിപ്സിങ് പോലെ അല്ലല്ലോ, നമ്മൾ കറക്റ്റ് ഡയലോഗൊക്കെ തലേ ദിവസം പഠിച്ച് സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും അത് ചെയ്യണത്. അപ്പൊ എനിക്ക് ചെയ്യാനിഷ്ടം ഷോർട്ട് മൂവി അതൊക്കെയാണ്. നമ്മൾ ലൈവായിട്ട് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും ക്യാമറ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്യാമറ ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നല്ല, ഭയങ്കര കൂളായിട്ടാണ് എല്ലാം ചെയ്യാറ്. അത് തന്നെ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ തൻസീറുമായിട്ടുള്ള മ്യൂസിക് ആൽബത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളോ? വിശേഷങ്ങളായിട്ട് പറയാനില്ല, അത് മുന്നേ ഇറങ്ങേണ്ടതായിരുന്നു. തൻസീർ കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ ഈ ഒരു മ്യൂസിക് ആൽബം ചെയ്തത്. അതില് എന്തുകൊണ്ട് ആമിയെ സെലക്ട് ചെയ്തത്? അത് തൻസീർ ഖാന്റെ വൈഫാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. കാരണം അതില് നമ്മളിങ്ങനെ ഞരവ് കട്ടണ സീനൊക്കെ ഉണ്ട്, പിന്നെ കരയണ സീനുണ്ട്, പിന്നെ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ചെയ്യണ സമയത്ത് 68 kg എന്തോ സംതിങ് ഉണ്ട്. അപ്പം അവര് ചേച്ചി പറഞ്ഞു, ചേച്ചി വീഡിയോസ് ഒക്കെ കാണുന്നതാണ്, തൻസീർ ഖാന്റെ വൈഫ് പറഞ്ഞു കരയണ ഒരാളാണ് വേണ്ടത് പറഞ്ഞപ്പോ ആമി നന്നായിട്ട് കരയും, അവള് കരയണം നന്നായിട്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയാണ് എന്നെ സജസ്റ്റ് ചെയ്യണത്. പിന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഗർഭിണീന്റെ സീനാണ്, അപ്പം തടിയുള്ള ആള് വേണം, കുറച്ച് കവിളൊക്കെ ഉള്ള ആള് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് കിട്ടിയതാണ്. പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണോ ഇപ്പൊ ഈ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത്? ഓരോ വീഡിയോകള് ചിലതൊക്കെ അവർ അയച്ചു തന്നിട്ടുള്ളതാണ്, ആമി ചെയ്താൽ നല്ല രസം ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ സീൻ, അങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ഒക്കെ അവർ അയച്ചു തരുന്നതാണ്. പിന്നെ കുറെയൊക്കെ ഞാൻ തന്നെ ചെയ്യണതാണ്. പക്ഷെ ആൾക്കാരത് വേറെ രീതിയിൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്. അതെ, ഞാൻ ഈ ഡിപ്രഷൻ ടൈപ്പ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ടൈപ്പ് അങ്ങനത്തെ ഇടുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര വിചാരിക്കണം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കണം, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് എന്താ സങ്കടം ഉണ്ട്, ഞാൻ കൂളായിട്ടില്ല ഇരിക്കണത്. ഞാൻ ശരിക്കും ഇപ്പൊ കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കണം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, കണ്ണില് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം, അമ്മി ശരിക്കും കരഞ്ഞിട്ടല്ലേ ഈ വീഡിയോ ചെയ്യണമെന്നൊക്കെ ചോദിക്കണം. കുറെ ആൾ മെസ്സേജ് അയക്കണം എനിക്ക്, അമ്മി കരയല്ലേ ഇങ്ങനെ കരഞ്ഞ്, സ്നേഹം കൊണ്ട് അയക്കണതാണ്, എനിക്കത് സന്തോഷമേ ഉള്ളൂ. തയ്യാറെടുപ്പുകളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗ്ലിസറിന് യൂസ് ആക്കിയിട്ടാണ് ഞാൻ കരയണതൊക്കെ. കണ്ണിൻ്റെ ഉള്ളിൽ ഗ്ലിസർ തേച്ച് കഴിഞ്ഞാൽ ആരുടെ മുഖമായാലും അങ്ങനെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. പിന്നെ കണ്ണിൻ്റെ അടിയിലായാലും ഞാൻ കുറച്ച് എണ്ണ കാര്യങ്ങളൊക്കെ യൂസ് ആക്കിയിട്ടാണ് കുറച്ച് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക. പിന്നെ ഞാൻ കൺമഷി ചെയ്താറില്ല, ലിപ്സ്റ്റിക് ഇടാറില്ല, ഒറിജിനൽ ഫേസിൽ ഫിൽറ്റർ ഇടാനാണ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് കരയണ പോലെ ഫീൽ ചെയ്യണതാണ്, അല്ലാണ്ട് ശരിക്കും ഞാൻ കരയണത്. പക്ഷെ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടല്ലേ അവര് വിചാരിക്കുന്നുണ്ട് ഞാനത് എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് എടുത്ത് ചെയ്യണതാണ്. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ഡിപ്രഷൻ ശരിക്കും ഇല്ല. എനിക്ക് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആമി ഡിപ്രസ്ഡ് ആണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മയായാലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യണതിൻ്റെ ഒരു ടൈപ്പ് ചെയ്തപ്പോൾ അമ്മ രാത്രി 11 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും
അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യേണ്ട മോളെ, എനിക്ക് ശരിക്കും അത് എന്തോ പോലെയാണ്, സങ്കടമാവണ് കാണുമ്പോൾ. ഞാൻ എന്നിട്ട് വീഡിയോസ് ഡിലീറ്റ് ആക്കാറ്. കുറച്ച് റീച്ച് ചെയ്യുമ്പോൾ തന്നെ അമ്മ വിളിക്കും. അമ്മ ആകെ ഫോളോ ചെയ്യണത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ, എൻ്റെ വീഡിയോസ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയും അങ്ങനെ ചെയ്യല്ലേ മോളെ, ഇങ്ങനെ ചെയ്യല്ലേ മോളെ. ആരും കണ്ടന്റ് ആണെന്ന് വിചാരിക്കുന്നില്ല. ഇതെല്ലാം റിയൽ ആണെന്നുള്ളൊരു ആൾക്കാർ അല്ല. സൂയിസൈഡിന്റെ ഇട്ടപ്പോൾ തന്നെ അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്, ആമി അങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ശരിക്കും ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിന്റെ ബ്ലൂപ്പേഴ്സ് ശരിക്കും ഇടേണ്ടി വരും അങ്ങനെയൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആ കയറിടുന്നതായാലും ഇതൊക്കെ ആയാലും വെറുതെ ഇടുന്നതാണ്, ഒരു കണ്ടന്റ് എന്നുള്ള രീതിക്ക് മാത്രം ചെയ്യണതാണ്, അല്ലാണ്ട് ശരിക്കും ഒന്നുമില്ല. ഇപ്പം പറഞ്ഞല്ലോ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ആൾക്കാരുടെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫീലിങ്സോട് കൂടി? വീട്ടുകാരുടെ ഫീലിങ്സ് കൊണ്ട് തന്നെ ഞാൻ അധികം ഡിലീറ്റ് ആക്കാറ്. കാരണം അമ്മ സങ്കടമാകുമ്പോൾ എനിക്ക് എന്താ ഇതാവും. മേ ബി അമ്മ കണ്ടന്റ് എന്ന് വിചാരിക്കുന്നില്ല, അതൊരു അത് ജസ്റ്റ് ഒരു കണ്ടന്റ് അങ്ങനെ ചിന്തിക്കുന്നില്ല. അമ്മേരെ തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. അതായത് ഏത് മക്കളായാലും ഇപ്പൊ തൂക്കിച്ചവണ കണ്ടു കഴിഞ്ഞാൽ ഒരു സങ്കടം വരില്ല, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ കമന്റ്സ് വന്നിട്ട് എനിക്ക് അങ്ങനെ ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാൻ കമന്റ്സ് ഓഫ് ആക്കി വെക്കാറേ ഉള്ളൂ. കമന്റ്സ് ഓഫ് ആക്കി വെക്കാറു, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യൂല, ഡിലീറ്റ് ആക്കാറൊന്നുമില്ല. ഇല്ല, അങ്ങനെ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫീലിങ്സ് വെച്ചിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞെങ്കിലും രസകരമായ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടോ? കമന്റ്സ് അല്ല വരാറ്, എനിക്ക് മെസ്സേജസാ വരാറ്. ചിലത് വരാറ് എൻഡിങ്ങായിട്ട് നല്ല പ്രായമുള്ള ചേട്ടന്മാരായിരിക്കും, വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് സംസാരിക്കും. ചിലവർ ഒരുമാതിരി ക്രിഞ്ച് അടിക്കണേ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ ചോദിക്കും, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രാന്തിലായിരിക്കും. അപ്പം ആമി ഞാൻ മെസ്സേജ് അയക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പം എനിക്ക് ദേഷ്യം വന്നാണ്, ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ട്. റിപ്ലൈ ചെയ്യാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. നല്ല ബുദ്ധിമുട്ടാണ് ചേട്ടാ, ഒന്നും തോന്നരുത് പറയും. അല്ല ചിലവർ വന്നിട്ട് കുറെ ഹായ് അയച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആമി ഞാൻ വെറുപ്പിക്കുന്നുണ്ടോ, ആമി ഞാൻ ഓവറാക്കുന്നുണ്ടോ? അപ്പം ഞാൻ ശരിക്കും അങ്ങോട്ട് പറയും, ഓവറാക്കുന്നുണ്ട് ചേട്ടാ നല്ല ഓവറാണെന്ന് പറയും. ചിലവർ കല്യാണം കഴിഞ്ഞവരൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, ആമി സുന്ദരിയാണ്, ആമി ക്യൂട്ടാണ്. ചേട്ടൻ്റെ ഭാര്യയും ക്യൂട്ടാണല്ലോ, തിരിച്ച് ഞാൻ അങ്ങനെ പറയും. ചിലവർ വന്നിട്ട് എനിക്ക് ആമി കുട്ടാന്നൊക്കെ വിളിക്കണം എന്നെ. അപ്പൊ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ എന്നെ കളിയാക്കണ്, പോത്ത് പോലെ ആയിക്കണു, നീ തള്ളച്ചയക്കണു, എന്നിട്ടാണ് നിന്നെ കുട്ടാന്നൊക്കെ വിളിക്കണത്. നല്ല പ്രായം ഉണ്ടല്ലോ, എന്നിട്ട് എന്തിനാ കുട്ടാന്നൊക്കെ. വീഡിയോയിൽ കമന്റ്സ് ഇടൂലാന്ന്, ഇത് വന്നിട്ട് മെസ്സേജ് അയപ്പാണ് കുറെ ആൾക്കാർ. പിന്നെ കുറെ പ്രൊപ്പോസൽ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാമി, അങ്ങനെ എനിക്ക് അറിയാം നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നല്ല ഹാപ്പി. അപ്പൊ ഞാൻ ഹാപ്പിയാണോ ചേട്ടനാണോ തീരുമാനിക്കേണ്ടത്? എനിക്ക് ഒന്നാമത് ഇഷ്ടമുള്ളതാണ് ബോയ്സ് വന്നിട്ട് അവരെ പൊക്കി പറയൂലേ, എൻ്റെ കൂടെ വന്നാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ പ്രൊപ്പോസൽ സീൻസും കിട്ടാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും, പക്ഷെ എനിക്കൊരു മാതിരി ക്രിഞ്ച് അടിക്കും. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ കുറവാണ്. വീട്ടിൽ നിന്ന് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞു ഇല്ല അങ്ങനെ പറയാൻ പാടില്ല, കാരണം അമ്മക്കും മോളെ നോക്കണതിനൊരു ഇതുണ്ട്, ചേട്ടനായാലും കല്യാണം കഴിഞ്ഞ് വേറെ ഫാമിലി ആയിട്ട് പോകേണ്ടതാണ്, അപ്പം മാരേജ് വേണ്ടാന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇല്ല അമ്മ, എനിക്ക് മെന്റലി ഞാൻ ഒട്ടും, നമുക്ക് ഓരോ ഏജ് കഴിയുമ്പോഴത്തേനും മാറ്റങ്ങൾ വരുമല്ലോ. അത് മാത്രല്ല എനിക്ക് എന്തോ എനിക്കിപ്പം അങ്ങനത്തെ ഒരു ഫീലിങ്സേ വരണില്ല, സ്നേഹം അങ്ങനത്തെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ള അത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെയല്ല, എനിക്കൊരു പാർട്ണർ വേണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ്, ഇനിയൊരു പാർട്ണർ വന്നിട്ട് അവര് എങ്ങനെയായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യാമെന്ന് അറിയില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആരും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ചിലരുടെ അടുത്ത് ഇങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഇത് ഒറിജിനൽ തന്നെയാണോ? കാരണം എക്സ്പീരിയൻസ് ഉണ്ടായോണ്ടാണ്, അവരെ ഞാൻ കുറ്റം പറയാനല്ല, എനിക്ക് സ്വയമായിട്ട് തോന്നാറുണ്ട് അവരെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് സ്നേഹിക്കുമ്പോഴേക്കും എനിക്ക് തോന്നും ഇത് കുറച്ചാളെ ഇത് വിട്ടിട്ട് പോകാനാണോ, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് തോന്നും. വിശ്വസിക്കില്ല ഇപ്പൊ വിശ്വാസം വരണില്ല ശരിക്കും പറഞ്ഞാൽ. ആരും മിസ്റ്റേക്ക് കൊണ്ടല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആരും വിശ്വാസം വരണില്ല. എന്താന്ന് അറിഞ്ഞൂടാ, ഇനി ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. വിശ്വസിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി കുറച്ച് മാറിയാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആവണ ഒരാളാണ്. 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ നല്ല കമ്പനി ആയി കഴിഞ്ഞാൽ എനിക്ക് 3-ാം ദിവസം അവർ എന്തെങ്കിലും ചെറിയൊരു ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം വരും. അങ്ങനത്തെ അറ്റാച്ച്ഡ് ആവുന്ന ആളാണ്. അപ്പം ഇനിയിപ്പോൾ ലൈഫിൽ ഒരു പാർട്ട്ണറും കൂടി വന്ന് അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ശരിക്കും ഡൗൺ ആയിപ്പോൾ, നല്ല രീതിക്ക് ഡൗൺ ആയിപ്പോൾ ട്രീറ്റ് ചെയ്യണത് മോശമാണെങ്കിൽ. അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് ഇനി ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേറെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഒരു നല്ല പാർട്ട്ണർ കിട്ടണം, നല്ല മക്കളൊക്കെ ഉണ്ടാവണം, ഫാമിലി ഉണ്ടാവണം, ഫാമിലി ലൈഫ്, മാരേജ് ലൈഫ് ഒക്കെ എനിക്ക് ഇഷ്ടമല്ല, അതിൻ്റെ താല്പര്യമില്ലായിട്ടല്ല, പക്ഷെ പേടിയാണ് ശരിക്കും പറഞ്ഞാല്. അതുകൊണ്ട് കിട്ടുന്ന ഈ സന്തോഷം അല്ലെ മുന്നോട്ട് തന്നെ. ഇതിപ്പം ഞാനിപ്പോൾ ഉള്ള ലൈഫിൽ ഹാപ്പിയാണ്, കാരണം അമ്മേനും ചേട്ടനും നല്ലപോലെ നോക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുന്നോട്ട് പോകുന്നത്ര പോട്ടെ. ഇനിയിപ്പം നമുക്ക് പാർട്ട്ണർ വേണം തന്നെയാണെങ്കിൽ മാത്രമല്ല നമ്മൾ കല്യാണം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്കൊരു നല്ലൊരു പേഴ്സണെ കിട്ടുകയാണെങ്കിൽ, എനിക്ക് ഓക്കേന്ന് തോന്നുന്ന ആളെ കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ വിചാരിച്ചിട്ടാണ്, അത്ര വരെ വേണ്ട.
ഇപ്പൊ ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായ ഒരാൾക്ക് ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഉണ്ട്, നല്ല രീതിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് ഞാൻ പിടിച്ചു നിൽക്കുന്നതും. കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കി ചെയ്യുക, ഡെയിലി ഇമ്പ്രൂവ് ആയി പോകണം. അതുകൊണ്ട് തന്നെയാണ് സിനിമ തന്നെയാണ് ഉദ്ദേശം. കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഈ ഫീൽഡ്. അച്ഛൻ ഉണ്ടാകുന്ന സമയത്തൊന്നും ഈ ഫീൽഡിലില്ല, ഈ ഫീൽഡേ ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നാടകത്തിനായാലും എല്ലാം അച്ഛനാണ് കലോത്സവത്തിനൊക്കെ കൊണ്ടുപോകണതും വരുന്നതൊക്കെ. അപ്പം അച്ഛന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ അച്ഛനും നല്ലപോലെ പാട്ട് പാടും, അങ്ങനത്തെ ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാണ്. പിന്നെ അമ്മക്കായാലും താല്പര്യമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വരെ എത്തിയിട്ട് നമ്മളൊരു നല്ലൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയല്ലേ. അപ്പം എല്ലാവരുടെയും ഹാപ്പി. പിന്നെ എനിക്കും ഭയങ്കര താല്പര്യമുണ്ട് ഫിലിമിൽ കയറണമെന്നും, അങ്ങനെ അങ്ങനത്തെ ഒരു ലൈഫ് വേണമെന്നൊക്കെ. ഇപ്പം നിരവധി കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഇപ്പം ആമിയെ പോലുള്ള ഒരാൾ ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അവരോടുള്ള ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ല, ഈ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറേ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നെഗറ്റീവ് കമൻസ് കുറേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആദ്യം തന്നെ വിചാരിക്കേണ്ടത് നെഗറ്റീവ് കമൻസ് കുറേ കിട്ടും. ചിലപ്പോൾ സൈബർ ബുള്ളിങ് കിട്ടും, പിന്നെ ഫാമിലിക്ക് ചിലപ്പോൾ തെറി വെക്കും, നമ്മൾ ചില സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരും, ചില സമയത്ത് മിണ്ടാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ നമുക്ക് ഡൗൺ ആവില്ല എന്നുള്ള ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്നാൽ മതി ഞാൻ പറയുള്ളൂ. കാരണം ചിലവരൊക്കെ ഇപ്പോൾ സൈബർ ബുള്ളിങ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര സൂയിസൈഡ് കാര്യങ്ങൾ ചെയ്യണവരുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആവണവരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചിട്ടേ പറ്റുള്ളൂ. കാരണം സൊസൈറ്റി അങ്ങനെയാണ്, എല്ലാവരും നല്ലവരൊന്നുമല്ല, എല്ലാവർക്കും നല്ലത് പറഞ്ഞ് മുകളിലേക്ക് എത്താമെന്നുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ കമൻസ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളവർ വന്നാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. കഷ്ടപ്പെടേണ്ടി വരും, നല്ല രീതിക്ക് കഷ്ടപ്പെടണം. കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ എണ്ണം ഇപ്പം നല്ലപോലെ കൂടി. അപ്പം ലൈക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡൗൺ ആയിട്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മളെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്ങിന് കുറെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈയിടെ ഒരു ട്രിവാൻഡ്രത്ത് ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സൈബർ ബുള്ളിങ് ആണെന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെയാ ആമിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം കുറെ കുട്ടികൾക്ക് അത് അതിജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അത് അവര് ചലഞ്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അത് ശരിക്കും സൈബർ ബുള്ളിങ് മാത്രമല്ല എന്നുള്ള ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ കമൻസ് കേട്ട് നല്ലപോലെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ഒക്കെ അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ പാരൻസിനോട് പറയാ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ള കമൻസ് ഒക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വീട്ടിൽ കയറി രണ്ടോ പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഒരുമാതിരി കമൻസും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് സ്വയം എന്തിനാണ് ചാവാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈ പറയണവന്മാരൊന്നുമല്ല നമുക്ക് ചിലവിന് തരണത്. പിന്നെ എന്തിനാണ് അവന്മാർ പറയണതൊക്കെ നമ്മൾ കേട്ടിരിക്കേണ്ട ആവശ്യം? ജീവൻ കളയാന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ സൈബർ ബുള്ളിങ് ആയാലും എന്താണ് പ്രശ്നം? കമൻസ് അങ്ങ് ഡിലീറ്റ് ആക്കുക, അല്ലെ കമൻസ് ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കി അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതാണ് പ്രശ്നം. അഡിക്ഷൻ ആവണാണ് പ്രശ്നം. ഇത് മാത്രമല്ല ലൈഫ് എന്ന് ചിന്തിക്കുക. നമ്മളെ പാരൻസിന്റെ മുഖം ഓർത്ത് നോക്കുക എന്തെങ്കിലും ചെയ്യണ സമയത്ത്. അല്ലെങ്കിൽ നമുക്കൊരു ഇത് മാത്രമല്ല ഫീൽഡ്, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുക, ട്രിപ്പ് അടിക്കണം, ഫുഡ് അടിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോരെ. ചാവാൻ നിൽക്കണതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറയണത്. ആമി തുടക്കത്തിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേന് നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയി കഴിയുമ്പോഴത്തേന് ആൾക്കാരുടെ ഒരു മനോഭാവം മാറുന്നുണ്ട്. അതാണോ ഈ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു പുറകിലുള്ളത്? കുറേയൊക്കെ അത് തന്നെയാണ്. അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ ചേച്ചിയാണെങ്കിൽ തന്നെ ചേച്ചി ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ചിലപ്പോൾ അസൂയ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ വന്നിട്ട് കുറ്റം പറയണുണ്ട്, ഉണ്ടാക്കി കുറേ തെറ്റുകൾ പറയണവരുടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അവർ ഈ സൈബർ ബുള്ളിങ് മെയിനായിട്ട് അസൂയ കുശുമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ഒരുമാതിരി വൾഗർ ടൈപ്പ് കമൻസ് ഇടും, അല്ലെങ്കിൽ അവരെ ഒരുമാതിരി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ഇപ്പം പാരൻസിനെ പറഞ്ഞിട്ട് പോകും, നിന്റെ പാരൻസ് ഇങ്ങനെ വളർത്തിയോണ്ടാണ്, നിന്നെ കണ്ടിട്ട് ഇപ്പം നിന്റെ പാരൻസിന് അത്ര സങ്കടം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ടൈപ്സ് ഇപ്പം ഫീലിങ്സ് വെച്ചിട്ടാണ് ഈ സൈബർ ബുള്ളിങ് അധികം ഉണ്ടാവുക. അപ്പോൾ ഈ അസൂയ ഇത് ഒരു സ്റ്റേജിൽ എത്തിക്കൊണ്ട് മാത്രം അല്ല, അവർക്ക് ഇപ്പോൾ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാനുള്ള തോട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ സൈബർ ബുള്ളിങ് അധികം ഉണ്ടാവുന്നത്. പിന്നെ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിൽ കുറവായിരുന്നു. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ കുറവായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങും. ഇവള് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഇടാൻ തുടങ്ങും. അത് സൈബർ ബുള്ളിങ് ആണ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയണത് സൈബർ ബുള്ളിങ് ആണ്. അല്ല, ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞാലേ അത്
എന്താ പറയുക, ഒരു നെഗറ്റീവ് കമന്റിന് എപ്പോഴും ലൈക്ക് കൂടുതലായിരിക്കും. അതെ, അത് മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ മെയിൻ കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്തിട്ടുള്ള പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പെണ്ണ് കമന്റ്സ്, ഇപ്പൊ എന്റെ ആണെങ്കിൽ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ ഞാൻ 2 ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇവളെപ്പോഴും ചെക്കന്മാരുടെ കൂടെയാണല്ലോ കറക്കം. അതിന്റെ അടിയിൽ ചിലപ്പോൾ കമന്റ്സ് വരുന്നത് ഫുള്ള് ഗേൾസ് ആയിരിക്കും. അവർക്ക് മേ ബി അങ്ങനെ കറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് അങ്ങനത്തെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ചേച്ചിക്ക് നല്ല 2 ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഇവിടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ചേച്ചിക്ക് ആ വാല്യൂ മനസ്സിലാവുമ്പോൾ ചേച്ചി കുറ്റം പറയോ? ഇല്ലല്ലോ. അതാണ്, അതില്ലാത്തവന്മാരാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു പണി ഇല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണവന്മാരാണ് വന്നിട്ട് ഈ സൈബർ ബുള്ളിങ് ആയാലും കമന്റ്സ് ആയാലും നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. പിന്നെ ഗേൾസിൽ കുറെയൊക്കെ അസൂയ കൊണ്ട് മാത്രമാണ്, അതിനകത്ത് ഉറപ്പായിട്ടും പറയും അസൂയ കൊണ്ട് മാത്രമാണ്. എല്ലാവരും ചോദിക്കില്ല, ഇപ്പൊ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ നിങ്ങൾ എന്തിട്ടാലും അത് അവകാശമല്ലേ, ഞങ്ങൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആർക്ക് വേണേലും കമന്റ് ഇടാന്ന് ചോദിക്കത്തില്ലേ? അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. അത് അവർക്ക് ഇടാലോ, അവരുടെ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ അവർ വിചാരിക്കേണ്ട കാര്യം നമ്മൾ തിരിച്ചും അതുപോലെ പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചും അതുപോലെ നമ്മളെ റൈറ്റ്സ് നോക്കി നമ്മൾ കമന്റ്സ് ഇടുമ്പോൾ അത് എതിർത്ത് വെക്കാൻ അവർക്കും പറ്റണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ചിലപ്പം ഇപ്പൊ അവർ എന്റെ വീഡിയോക്കൊക്കെ നെഗറ്റീവ് കമന്റ് വന്നാൽ ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കും. ആമി കമന്റ് ഡിലീറ്റ് ആക്കിയല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ എൻ്റെ അക്കൗണ്ട് ഞാൻ ഇതാക്കും. ഞങ്ങളെ അക്കൗണ്ട് കൊണ്ട് ഞങ്ങൾ കമന്റ് ഇടും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ അക്കൗണ്ട് കൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കും, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവർക്കുള്ള സെയിം റൈറ്റ്സ് നമുക്കുണ്ട്. നെഗറ്റീവ് കമന്റ് വന്നാലും പോസിറ്റീവ് കമന്റ് ആയാലും എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ഡിലീറ്റ് ആക്കും. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ മൊമെന്റ്സ് എന്തൊക്കെയാണ്, അതൊന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ ചോദിക്കൂലേ, ആമീൻ്റെ അമ്മയല്ലേ, ആമീൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ. അങ്ങനെ ചില സമയത്ത് ഞാൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിലൊക്കെ പോകുമ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഓടി വന്നിട്ടൊക്കെ ചോദിക്കും ആമീൻ്റെ അമ്മയല്ലേ. അല്ലെങ്കിൽ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം പാരൻസിന് മുന്നിലൊക്കെ നമ്മളെ 2 പേര് തിരിച്ചറിയുക, അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻകം കിട്ടി, അതിനും കൂടെ നമ്മുടെ ഫാമിലിയെ നോക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ അടിച്ചു പൊളിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഹാപ്പിനെസ് ഒക്കെ നോക്കാൻ പറ്റുന്നത്, അത് ഭയങ്കര വലിയ സന്തോഷമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ TV പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ TV പ്രോഗ്രാംസിലൊക്കെ അമ്മയും TV വരുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ നല്ലതായിട്ട് കണ്ടിട്ടാ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാവരും വിളിച്ചിട്ട് അമ്മേൻ്റെ കൂടെ മുന്നേ പഠിച്ചവരൊക്കെയും പിന്നെ അമ്മേൻ്റെ ബന്ധുക്കളൊക്കെ വിളിച്ച് ചോദിക്കും ഇങ്ങനെ മോളെ കണ്ടിട്ടാ, TV കണ്ടിട്ടാ, നല്ല നല്ല പ്രോഗ്രാമായി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം അമ്മ വിളിച്ച് പറയും ഇവർ വല്യമ്മ വിളിച്ചിട്ടുണ്ടായിട്ടാ, നല്ല പ്രോഗ്രാം ആയിനോ പറയുന്നു പറയും. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അമ്മയൊക്കെ എല്ലാ ഫോട്ടോ വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ഇടും, അതൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അമ്മയെ തിരിച്ചറിയുന്നുണ്ടല്ലേ. അത് ചേട്ടനായാലും അങ്ങനെ തന്നെ, ആമിന്റെ ചേട്ടനല്ലേ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് എത്രത്തോളം അതിനെ ആ ഒരു വീഡിയോ റീച്ച് കൂട്ടാൻ സാധിക്കുന്നുണ്ട്? അല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗേൾസിന് അസൂയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന്. അപ്പോൾ ഒരാൾ വന്നിട്ട് കമന്റ് ഇടുകയാണ്, എന്തെങ്കിലും കമന്റ് ഇട്ടു, അപ്പൊ ഞാൻ അത് ലൈക്ക് ചെയ്യും, അതിന് റിപ്ലൈ കൊടുക്കും. അപ്പൊ ആ ചേട്ടൻ ആദ്യം റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതിന് ലൈക്ക് ചെയ്ത കുറേ പേരുണ്ടോ, അല്ലെങ്കിൽ അതിന് റിപ്ലൈ തന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ അവർ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുമല്ലോ, ആമി റിപ്ലൈ ഇടുന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി അവർ ഒന്നും കൂടി വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരൊന്നും കൂടി റിപ്ലൈ വരുമല്ലോ. അപ്പോൾ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ സ്മൈലി ഒക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ആക്കി വിടാറേ ഉള്ളൂ. പക്ഷെ അവർ വലിയ കമന്റ്സ് ഒക്കെ ഇടും. പിന്നെ ഞാൻ എല്ലാത്തിനും ലൈക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ അവർക്ക് ഒന്നും കൂടി പോകും. അപ്പോൾ അവരൊന്നും കൂടി ഇതാക്കും. എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇഷ്ടമാണ്. ഇനിയും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയത്തുള്ളൂ. വീട്ടുകാരെ പറയേണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വീട്ടുകാരെ പറഞ്ഞു ചിലപ്പോൾ എടുത്തിട്ട് അലക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അമ്മേനൊക്കെ ഇങ്ങനെ എന്തൊക്കെയാ പറയാ. അപ്പൊ ഞാൻ ആദ്യം നൈസായിട്ട് മെസ്സേജ് അയക്കും, ചേട്ടാ ഇത് ചേട്ടനാണോ അയച്ചത്? അപ്പൊ അയ്യോ ഞാനല്ല കേട്ടോ അമ്മ, എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിലാണ് ഫോൺ. അപ്പൊ ചേട്ടാ ഓക്കെ കുഴപ്പമില്ല. പക്ഷെ ശരിക്കും എനിക്ക് അറിയാതെ അവരെന്നെ അയച്ചതാണെന്ന്. എന്തെങ്കിലും തിരിച്ച് പറയുന്ന അവരെ ഫോട്ടോയും പിന്നെ അവരെ വൈഫിന്റെ ഫോട്ടോയും അവരെ ഫാമിലിന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യും. എന്നിട്ട് വൈഫിനൊക്കെ ഇതുപോലെ അയച്ചു കൊടുക്കും, ചേട്ടൻ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെയാണ് കേട്ടോ, എന്നോട് ഇങ്ങനെ മോശമായി സംസാരിക്കും, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അവരെ ചിലപ്പോൾ അളിയന്മാരുണ്ടാവും, അളിയന്മാർക്ക് അയച്ചു കൊടുക്കും, അമ്മമാരുണ്ടാവും, അവർക്കൊക്കെ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ സ്റ്റോറി എടുത്തിടും, ചേട്ടൻ നല്ലൊരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ഇടയിൽ കമന്റ്സ് ഒക്കെ ഇട്ട് ഞാൻ അലങ്കരിച്ചിട്ട് ഒന്ന് ഫോട്ടോ ഇട്ട് കൊടുക്കും. അപ്പോൾ ചേട്ടൻ അയ്യോ സോറി ആമി ഞാൻ ഇനി അങ്ങനെ പറയില്ല പറഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ആക്കും. അങ്ങനെ ചെയ്യാറ്. സൈക്കോ മൈൻഡാണ് എൻ്റെ. കാരണം അവർ റിസർച്ച് ചെയ്യാൻ അവർ അക്കൗണ്ട് എടുത്തിട്ടേ മാമൻ ആരാണ് മാമി ആരാണ് ബന്ധുക്കളുടെ ഫോട്ടോ എടുക്കും, അവരുടെ ടാഗ് ഒക്കെ എടുക്കും. കുറവ് സംഭവിക്കുന്നുണ്ടോ? കുറവ് ഇതല്ല, അത് കാണുമ്പോൾ ചിലവർക്ക് കമന്റ്സ് ഇടാൻ പേടിയാണ്. കുറെ ഒക്കെ നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ തന്നെ പോകും. ചിലവർ പെട്ടെന്ന് വന്നിട്ട് കമന്റ്സ് ഡിലീറ്റ് ആക്കും, അല്ലെങ്കിൽ അവരെ ഫോട്ടോ പ്രൈവറ്റ് ഒക്കെ ആക്കി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സൈക്കോ ആണ്. ആമിയുടെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് മലയാളികളാണോ കൂടുതൽ, അതോ തമിഴ് മറ്റു ഭാഷകളിലുള്ള? തമിഴ്, കന്നഡ, തെലുഗു.
അവർക്ക് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്ടോക്ക് മുതലേ തമിഴ് വീഡിയോസാണ് കൂടുതൽ ചെയ്യുക. അപ്പൊ ആൾക്കാരെ വിചാരം ഞാൻ തമിഴാണ്. കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ഓൾറെഡി ഞാൻ അച്ഛൻ കർണാടകക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുക്കുത്തിയും കാര്യങ്ങളൊക്കെ അപ്പം മുതലേ ഉള്ളതാണ്. അപ്പം ആൾക്കാരെ വിചാരം മലയാളി ആയിരുന്നില്ല, ആദ്യം അങ്ങനെ വിചാരിച്ചു. പിന്നെ അശോക് യാദവ് എന്നാണ് അച്ഛന്റെ പേരായതുകൊണ്ട്, അഭിരാമി അശോക് യാദവ് എന്നുള്ള പേരായതുകൊണ്ട് ഒക്കെ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ചെന്നൈയിലുള്ളവര് അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ഉള്ളവർ തന്നെയാണ് ഫോളോവേഴ്സ് കൂടുതൽ. മലയാളികള് നല്ല കുറവല്ല, എന്നാലും കുറവാണ്. കൂടുതൽ തമിഴ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരിൽ നിന്നൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ ഇതുവരെ എന്നെ തമിഴ് എനിക്ക് കമന്റ് നെഗറ്റീവ്, എനിക്ക് വായിക്കാൻ അറിയാത്തോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ് തമിഴ്നാട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ നിന്ന് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. തെറിവിളി ആയാലും എല്ലാം എനിക്ക് മലയാളികളിൽ നിന്നേ വന്നിട്ടുള്ളൂ. ഹിന്ദിയിൽ വരെ എനിക്ക് വന്നിട്ടില്ല. ഹിന്ദിയൊക്കെ നല്ല എന്നെ ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും അവര് ഹിന്ദിയിൽ നല്ല കമന്റ്സ് ആയിടാറ്. മലയാളികൾ തന്നെയാണ്. എല്ലാ ഭാഷകളും അറിയാവോ? അപ്പൊ ഈ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേന് വായിച്ചിട്ടും നമ്മള് ഇൻസ്റ്റയിൽ ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടായോണ്ട് പിന്നെ പ്രശ്നമില്ല. അവരെന്താ പറയണ മനസ്സിലാവും. അല്ലാണ്ട് എനിക്ക് വായിക്കാനൊന്നും അറിയില്ല, തമിഴ് വായിക്കാനറിയില്ല. പറയാനറിയാം നന്നായിട്ട് തമിഴ് സംസാരിക്കും. അച്ഛൻ കന്നഡക്കാരനാണ്, പക്ഷെ ഞങ്ങള് ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. അപ്പം അവര് പറയണത് എനിക്ക് മനസ്സിലാവും, കന്നഡയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് തിരിച്ച് പറയാനോ അല്ലെങ്കിൽ എഴുതാനോ കാര്യങ്ങളൊന്നും അറിയില്ല. മലയാളം അറിയാം, ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് വന്ന അമ്മ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇനിയും വളരെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.